കലോത്സവത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുള്ള കാര്യമാണ്. ദിലീപേ, ഓർമ്മയില്ലേ, ഒരുപാട് പൈസയൊക്കെ നമുക്ക് ചിലവാക്കി വേണം കലോത്സവത്തിന് പോകാനായിട്ട്. ആ പൈസ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ അത് പല രീതിയിൽ കണ്ടെത്തും. അങ്ങനെയുള്ള ഒരു കഥ, ആ കഥ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. വീട് വീടാന്തരം കയറി ആക്രി സാധനങ്ങൾ പെറുക്കിയെടുത്ത പൈസ കൊണ്ട് ഈ സ്കൂൾ കലോത്സവത്തിന് വന്നിരിക്കുകയാണ് പാലോട് നന്ദിയോട് SKVHS സ്കൂളിലെ കുട്ടികളും അധ്യാപകരും. അതെ, അപ്പോൾ ആ കഥ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് പിന്നിൽ ഇപ്പോൾ ഒരു മിനി ബസ് വരും. ആ ബസ്സിനകത്തുള്ളവരെല്ലാം അസാമാന്യ മനുഷ്യരാണ്. അതിൽ കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്. പാലോട്ടെ നന്ദിയോട് സ്കൂളിലെ കുട്ടികളാണ് ഇതിനകത്തുള്ളത്. ഈ നിൽക്കുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മാഷാണ്, അനീഷ് മാഷ്. ഇതിനകത്ത് നിറയെ കുട്ടികളാണ്. അവരിപ്പം ഇവിടെ ഇറങ്ങും. ഇവരുടെ കഥ പറഞ്ഞാൽ, ഇവർക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരാൻ പണമില്ല, മാനേജ്മെൻറ്റ് പണം നൽകുന്നുമില്ല. അതൊരു എയ്ഡഡ് സ്ഥാപനമാണ്. പക്ഷേ അവിടെ ദാരിദ്ര്യാവസ്ഥയിൽ പഠിക്കുന്ന ഒത്തിരി കുട്ടികളുള്ള സ്ഥലവുമാണ്. പക്ഷേ അങ്ങനെ ഈ ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്ന് പറയുന്ന പോലെ ഇവരെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇവർ ആക്രി സാധനങ്ങൾ പിറക്കി വിറ്റ് മറ്റ് ചില ചലഞ്ചുകൾ, സമ്മാനക്കൂപ്പുകളിലൊക്കെ നൽകി ചലഞ്ചുകൾ നടത്തി പണം കണ്ടെത്തി ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല, അല്ലേ? അതെ അതെ, ശരിക്കും പറഞ്ഞാൽ തോട്ടം തൊഴിലാളികളുടെയും തൊഴിലുറപ്പുകാരുടെയും ഒക്കെ മക്കളാണ് ഞങ്ങളുടെ സ്കൂളിൽ കൂടുതൽ പഠിക്കുന്നത്. ഒരുപക്ഷെ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിന് വന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ കുട്ടികളെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നത് വയനാട് ജില്ലയായിരിക്കില്ല, ഞങ്ങളായിരിക്കും. 12 ഈവൻറ്റുകളിലായിട്ട് 54 കുട്ടികൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ സാധനങ്ങൾ ശേഖരിക്കാൻ കൂടി? ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി ചാലഞ്ച്, ആക്രി ചാലഞ്ച്, അങ്ങനെ കുറേ ചാലഞ്ചൊക്കെ നടത്തി കൂപ്പൺസൊക്കെ കൊടുത്താണ് നമ്മൾ ഇവിടം വരെ വന്നെത്തിയത്. നിങ്ങളൊക്കെ ഏത് ഐറ്റമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? പൂരക്കളി. പൂരക്കളിയുണ്ട്. ഇന്നിപ്പോൾ പൂരക്കളി, മംഗലം കളിയുണ്ട്. നാളെ വേറെ ഐറ്റങ്ങൾ, പല ഐറ്റങ്ങളുണ്ട്. വീട്ടിലെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി പൈസ കിട്ടാൻ വേണ്ടി വീട്ടിലെ സാധനങ്ങളെല്ലാം പഴയ സാധനം എന്ന് പറഞ്ഞല്ലോ കൊണ്ട് വിറ്റോ? വീട്ടുകാരെ അറിയില്ലേ? ഇല്ല. ഇപ്പം ഇത് കാണുമ്പോൾ അറിയില്ലേ? അത്യാവശ്യം ഇവർക്ക് വരാനുള്ളൊരു പൈസ കിട്ടിയോ? നമ്മൾ ഏകദേശമൊക്കെ ആയി, എങ്കിലും ഞങ്ങൾ എല്ലാ കലോത്സവവും ഞങ്ങൾക്കൊരു വലിയ ബാധ്യതയിലാണ് അവസാനിക്കുന്നത്. പിന്നെ ഈ വർഷം മുൻകാലങ്ങളിൽ നിന്ന് കുറെ കൂടെ വ്യത്യസ്തമായ അധ്യാപകരുടെയൊക്കെ ഒരു വലിയ പങ്കാളിത്തം ഇക്കാര്യത്തിനകത്തുണ്ട്. ഇവിടെ നിന്നൊക്കെ കുറേ ഇറങ്ങി, പോക്കറ്റുകളിലേക്ക് ഒരുപാട് ഇറങ്ങി. ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത, പാലോട് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലെ ഏറ്റവും ഒരു മൈന്യൂട്ട് പോയിൻ്റാണ്. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം, കാരണം ഗതാഗത സൗകര്യം പോലും ഇല്ലാത്ത എത്രയോ മേഖലകൾ. ഈ നിൽക്കുന്ന ശ്രീജിത്ത് രാവിലെ വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ നടന്നാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാൻ വണ്ടിയില്ല, ബസ്സില്ല, 2 വീലർ തന്നെ വളരെ പ്രയാസപ്പെട്ട്. കാരണം ഒരു ആറ്റിനക്കരെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ആറ്റിൽ വെള്ളം കയറിയാൽ ഇദ്ദേഹത്തിന് വീണ്ടും ഒരു 3 കിലോമീറ്ററും കൂടെ ചുറ്റി റോഡിൽ വന്നാൽ മാത്രമേ വരാൻ കഴിയൂ. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലുള്ള കുട്ടികളാണ്. ഇത്ര പാടുപെട്ടാണോ ശ്രീജിത്ത് പഠിക്കാൻ വരുന്നത്? ഇപ്പം ഇവിടെ ഏത് ഐറ്റമിനാ? പൂരക്കളി. തോണ നമ്മൾ സമ്മാനം വാങ്ങും? വാങ്ങും. സ്കൂളിൽ വരാൻ വീട്ടിൽ നിന്ന് അപ്പോൾ എപ്പോൾ ഇറങ്ങും? രാവിലെ 7 മണി ഒക്കെ ഇറങ്ങിയാൽ 9-10 മണിയാകുമ്പോൾ എത്തുള്ളൂ സ്കൂളിൽ. ഒറ്റയ്ക്കാണ് നടക്കുക? കൂടെ വേറെ കൂട്ടുകാരില്ല? വേറെ സ്കൂളിൽ അവിടെ ആരുമില്ല. തിരിച്ചപ്പം സ്കൂൾ വിട്ട് പോകുമ്പം രാത്രിയാവില്ലേ? വൈകുന്നേരം രാത്രിയാവും. മാമനൊക്കെ വിളിക്കാനാണ് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞു. ഇത് കാടാണോ? കാടാ. നല്ല കാട്ടുമൃഗങ്ങളൊക്കെ കാണും? ഉണ്ട്. വല്ല കണ്ട് പേടിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ പേടിയില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. എന്താ ആനയൊക്കെയാ? പന്നി, അങ്ങനെയൊക്കെയുള്ള ആണല്ലേ? അപ്പം കൺഗ്രാജുലേഷൻസ്. ഇത്ര പാടുപെട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വരുന്ന ഇവരുടെ കാര്യം എല്ലാ വർഷവും ഇങ്ങനെയാണ് വരുന്നതെന്ന് ഇവർ പറയുന്നു. ആരെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കാനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 9 കിലോമീറ്റർ നടന്നു വന്ന് പഠിക്കുന്ന കുട്ടികൾ പോലും ഇത്ര ബുദ്ധിമുട്ടി. അവിടെ പഠിക്കാൻ വരുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഒപ്പം അവിടെ നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവം പോലുള്ള ഒരു മത്സരങ്ങളിലേക്ക് വരാൻ വീണ്ടും ബുദ്ധിമുട്ടി വരുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം എല്ലാ മത്സരങ്ങൾക്കും A ഗ്രേഡും വിജയവും ഇവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. ഓക്കെ.